മിശിഹായിൽ അനുഗ്രഹീതരായ ഇവരെ ദിവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ സംരക്ഷണവും സഹായവും ഈ ദിവസത്തിലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളോടൊത്ത് വസിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 22-ാമത്തെ അധ്യായത്തിൻ്റെ 24 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് എളിമയെക്കുറിച്ചാണ്. ഈശോയുടെ ശിഷ്യന്മാരുടെ ഇടയിൽ തങ്ങളിൽ വലിയവൻ ആരെന്നുള്ള തർക്കം ഉണ്ടാവുകയാണ്. അപ്പോൾ ഈശോ അവരോട് പറയുകയാണ്, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ചെറിയവനായിരിക്കണം. ചെറിയവർക്കാണ് ദൈവസന്നിധിയിൽ ഉയർച്ച ലഭിക്കുക എന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എളിമയുടെ ജീവിതം നമ്മൾ ഓരോരുത്തരും നയിക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ ഉയർത്തപ്പെട്ടവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 23-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത് തിരുവചനത്തിലൂടെ ഈശോനാഥൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ദൈവത്താൽ നീ ഉയർത്തപ്പെടണമെങ്കിൽ എളിമയോടുകൂടെ ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. നിന്റെ ജീവിതത്തിൽ എളിമയുണ്ടെങ്കിൽ മാത്രമേ നീ ദൈവസന്നിധിയിൽ ഉയർത്തപ്പെടുകയുള്ളൂ. നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് നോക്കാം. മറ്റുള്ളവരുടെ മുമ്പിൽ എളിമപ്പെട്ട് നിൽക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ, മക്കളുടെ മുൻപിൽ, മാതാപിതാക്കളുടെ മുമ്പിൽ, നമ്മുടെ സഹോദരങ്ങളുടെ മുൻപിൽ, സമൂഹത്തിൽ എളിമപ്പെട്ട് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ ചെറുതാണ് എന്നുള്ള മനോഭാവം നമുക്കുണ്ടോ? മറ്റുള്ളവർ പറയുന്നത് അംഗീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരായിട്ടും വലിയവരായിട്ടും കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവർ പറയുന്ന അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മൾ തന്നെ കരുതുകയാണ് നമ്മളാണ് വലുത്, ഞാനാണ് ശരി, ഞാനാണ് കൃപയുള്ള ആൾ, എനിക്കാണ് എല്ലാം ഉള്ളത്. ഇങ്ങനെയുള്ള മനോഭാവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. ആ മനോഭാവത്തെ മാറ്റിയിട്ട് മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതുന്ന, മറ്റുള്ളവർ പറയുന്നത് അംഗീകരിക്കുന്ന, സ്വീകരിക്കുന്ന മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് ദൈവത്താൽ ഉയർത്തപ്പെട്ടവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുക. ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ എളിമപ്പെടേണ്ടതായിട്ട് വരും. നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ വാക്കുകളെ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുക, ദൈവകൃപ അത് സ്വീകരിക്കുമ്പോൾ നമ്മിലേക്ക് ഒഴുകും. ദൈവം ഈ ലോകത്തിലേക്ക് വന്നത് ശക്തരെ അന്വേഷിച്ചല്ല. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിന് 4-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്, എളിമയുള്ളവർക്ക് കൃപ ലഭിക്കുമെന്ന്. ദൈവം ഈ ലോകത്തിലേക്ക് വന്നത് ശക്തരെ അന്വേഷിച്ചല്ല, ബലഹീനരെ അന്വേഷിച്ച. കാരണം അവർക്കാണ് ദൈവത്തെ ആവശ്യം. ശക്തന്മാർക്ക് ദൈവത്തെ ആവശ്യമില്ല, അവർ തങ്ങളുടെ തന്നെ ശക്തിയിൽ ആശ്രയിച്ച് ജീവിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, എളിമയുള്ളവരായിട്ട് മാറാം. എളിമ ഒരു പരാജയമല്ല, ബലഹീനതയല്ല, ഭയമല്ല, കഴിവില്ലായ്മയല്ല. ദൈവത്തിൻ്റെ ശക്തിയെ ഏറ്റുപറച്ചിലാണ്, ദൈവത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കലാണ്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. എളിമയോടുകൂടെ ജീവിക്കാൻ നമുക്ക് കരങ്ങളെ യാചനയോടെ പിടിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എളിമയോടെ നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിന് എല്ലാ കാര്യങ്ങളെയും ഇന്നത്തെ അധ്വാനങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ. ഇന്നത്തെ ഇവരുടെ എല്ലാ അധ്വാനങ്ങളിലും പ്രയത്നങ്ങളിലും അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഇവരെ അങ്ങ് ശക്തിപ്പെടുത്തണമേ, ഇവരെ ബലപ്പെടുത്തണമേ. ഇവരുടെ അധ്വാനങ്ങളിൽ, ഇവരുടെ ജോലികളിൽ, ബിസിനസ്സുകളിൽ, പഠനങ്ങളിൽ അങ്ങയുടെ ശക്തി ഇവരിലേക്ക് ഒഴുകട്ടെ. അങ്ങയുടെ കര ഇവരുടെ മേൽ ഉയർത്തപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുടെ പ്രവർത്തനം, പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളും ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. തിന്മ വിട്ടുമാറട്ടെ എന്ന് കൽപ്പിക്കുന്നു.
ദുഷ്ടത വിട്ടുമാറട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.